ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ACC 15 ആറാമത്തെ ക്ലാസ്സിലേക്ക് സർവാത്മന സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോഷ്ടിക്കരുത് എന്ന 7ാം കൽപ്പനയെ കുറിച്ചാണ് പഠിച്ചത്. എങ്കിൽ 10 പ്രമാണങ്ങളിലെ 8ാമത്തെ കൽപ്പനയായ കള്ളസാക്ഷ്യം പറയരുത് എന്ന കൽപ്പനയുടെ വിശദീകരണവും പ്രയോഗവൽക്കരണവുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. നമുക്ക് സ്ലൈഡ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കള്ളസാക്ഷ്യം പറയരുത് എന്ന കൽപ്പനയിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 10 പ്രമാണങ്ങളിലെ 8ാമത്തെ പ്രമാണമാണിത്, കൽപ്പനയാണിത്. അയൽക്കാരനെതിരായി വ്യാജ സാക്ഷ്യം നൽകരുത് എന്ന് പുറപ്പാടിന്റെ പുസ്തകം 20:16 നിയമാവർത്തന പുസ്തകം 5:20 നൽകിയിരിക്കുന്നു. വീണ്ടും വിശുദ്ധ യാക്കോബ് ശ്ലീഹ ഇത് വിശദീകരിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ കള്ളസാക്ഷ്യം എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അദ്ദേഹം വിശുദ്ധൻ ഊന്നി പറയുന്നത് നാവുകൊണ്ട് നാം ചെയ്യുന്ന പാപമായിരിക്കുന്ന സംഗതികളെ കുറിച്ചാണ്. തീർച്ചയായും കള്ളസാക്ഷ്യവും അതിനുള്ളിൽ വരും. നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ്. നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവനെയും മലിനമാക്കുന്നു. നരകാഗ്നിയാൽ ജ്വലിക്കുന്ന ഈ നാവ് പ്രകൃതി ചക്രത്തെ ചുട്ടുപൊഴിപ്പിക്കുന്നു. ഇത് നാവിന്റെ ഏറ്റവും മോശമായ ഒരു സാധ്യതയെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ നാവ് ദൈവത്തെ സ്തുതിക്കാനും മനുഷ്യനെ സ്നേഹിക്കാനും എല്ലാം ഇതേ നാവ് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ നാവ് മോശമായാൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. വീണ്ടും എല്ലാത്തരം വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും സമുദ്രജീവികളെയും മനുഷ്യൻ ഇണക്കിയിട്ടുമുണ്ട്. എന്നാൽ ഒരു മനുഷ്യന് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയില്ല. അത് അനിയന്ത്രിതമായ തിന്മയും മാരകമായ വിഷവുമാണ്. ഹൃദയത്തിനകത്ത് സത്യവും ആത്മാവിൽ ദൈവവും ഇല്ലാത്തവന്റെ നാവ് അവനു തന്നെ അപകടമാണ്, ലോകം മുഴുവനും അപകടമാണ് അത് വരുത്തി വെക്കുന്നത് എന്ന് വിശുദ്ധ യാക്കോബ് ശ്ലീഹ സമർത്ഥിക്കുന്നതാണിത്. ഈ നാവിന്റെ ഏറ്റവും വലിയ ദുരുപയോഗങ്ങളിൽ ഒന്നാണ് കള്ളസാക്ഷ്യം പറയുക എന്നത്. നമുക്ക് അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകാം. വീണ്ടും ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു. ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടും. കള്ളസാക്ഷ്യം പറയരുത് എന്നതിന്റെ വിശദീകരണമായിട്ട് നമ്മൾ ഇത് സൂചിപ്പിക്കുന്നതിന്റെ കാര്യം, സാക്ഷി എന്ന് പറയുന്നത് ഒരു മഹത്വമുള്ള അവസ്ഥയാണ്. അക്ഷി എന്നാണ് അതിന്റെ അർത്ഥം. കണ്ണുകൊണ്ട് കണ്ടവൻ. കള്ളസാക്ഷി എന്ന് പറയുന്നവൻ ആന്ധ്യം ബാധിച്ചവനാണ്. അവൻ കണ്ടിട്ടില്ല, പക്ഷെ കണ്ടു എന്ന് പറയുന്നു. അന്ധത ബാധിച്ചവനാണ്. എന്തിന്റെ അന്ധതയാണ്? തിന്മയുടെ അന്ധതയാവൻ. അതുകൊണ്ടാണ് കള്ളസാക്ഷ്യം പറയുന്നതാണ്. അതുകൊണ്ടാണ് ഈ നാവ് കൊണ്ട് എന്നുള്ളത് വീണ്ടും ഊന്നി പറയുന്നത്. എന്റെ സഹോദരരെ, ഇത് ഉചിതമാണ്. ക്രിസ്തീയമായ അരൂപിയിലുള്ള ഒരാൾക്കും ജീവിതത്തിൽ ഒരിക്കലും ഒരു കള്ളസാക്ഷിയാകാൻ കഴിയില്ല. എന്റെ സഹോദരരെ, ഇത് ഉചിതമല്ല. അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും പുറപ്പെടുവിപ്പിക്കുമോ? എന്റെ സഹോദരങ്ങളെ, അത്തിവൃക്ഷത്തിന് ഒലിവ് ഫലങ്ങളോ മുന്തിരിവള്ളിക്ക് അത്തിപ്പഴങ്ങളോ പുറപ്പെടുവിപ്പിക്കാൻ കഴിയുമോ? ഉപ്പിന് വെള്ളത്തെ മധുരീകരിക്കാനാകും. അദ്ദേഹത്തിന്റെ ചോദ്യം ഇതാണ്. ഒരേ സമയം തന്നെ ഇരട്ടത്താപ്പിൽ ജീവിക്കുകയും അതേസമയം ക്രിസ്തുവിലാണ് എന്ന് പറയുകയും ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ എന്നാണ് വിശുദ്ധ യാക്കോബ് നമ്മോട് സംസാരിക്കുന്നത്. വീണ്ടും
നാവാണ് കള്ളസാക്ഷ്യം പറയുന്നത്, നാവാണ് തിന്മ എന്ന് പറയുമ്പോഴും അഴുകാത്ത ഒരു നാവിനെ കുറിച്ച് പറയാതെ വയ്യ. അത് വിശുദ്ധ അന്തോണിയുടേതാണ്. പാതുവായിലെ വിശുദ്ധ അന്തോണിയുടെ നാവ് അഴുകിയില്ല. എന്തുകൊണ്ടാണത്? വിശുദ്ധ ബനവന്തൂര വിശുദ്ധ അന്തോണി മരിച്ച് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം ശവകുടീരം തുറന്നപ്പോൾ ബാക്കി എല്ലാം അഴുകിപ്പോയി. വിശുദ്ധ ബനവന്തൂരായാണ് ഈ കുഴിമാടം തുറക്കുന്നതിന് നേതൃത്വം നൽകിയത്. അദ്ദേഹം അന്ന് ഫ്രാൻസിസ്കൻ സഭയുടെ അധിപനാണ്. ഈ അഴുകാത്ത നാവ് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഓ അഴുകാത്ത നാവേ, ദൈവസ്തുതികൾ എത്രയോ പാടി. സത്യം, ദൈവസ്തുതികൾ പാടിയ ആ നാവ് അഴുകിയില്ല എന്നത് നമുക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാവ് എത്രത്തോളം വിശുദ്ധമായിരിക്കണം എന്നതിന്റെ സമ്യക്കും കൃത്യവുമായ ഒരു അടയാളമായിക്കൊണ്ട് ആ അഴുകാത്ത നാവ് ഇന്നും പാതുവായിൽ ഇരിക്കുന്നു. സത്യത്തിൽ ജീവിക്കുക എന്നതാണ് അദ്ദേഹം കാണിച്ചു തന്നത്. നാവിന്റെ കൃത്യമായ ഉപയോഗമാണ് അനേകം വിശുദ്ധർ കാണിച്ചു തന്നത്. നമുക്ക് ചുറ്റുമുള്ള അനേകം വിശുദ്ധർ കാണിച്ചു തരുന്നതും അത് തന്നെയാണ്. ക്രിസ്തുവിൽ ജീവിക്കുന്നവർ കാണിക്കുന്നതും അത് തന്നെയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനത്തിന്റെ 2465 ഖണ്ഡിക ഇപ്രകാരം പറയുന്നു: എല്ലാ സത്യത്തിന്റെയും സ്രോതസ് ദൈവമാണ് എന്നതിന് പഴയ നിയമം സാക്ഷ്യം വഹിക്കുന്നു. അവിടുത്തെ വചനം സത്യമാണ്, അവിടുത്തെ നിയമം സത്യമാണ്, അവിടുത്തെ വിശ്വസ്തത എല്ലാ തലമുറകളിലും നിലനിൽക്കുന്നു. ദൈവം സത്യവാനാകയാൽ അവിടുത്തെ ജനത്തിലെ അംഗങ്ങൾ സത്യത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദൈവിക സ്വഭാവത്തിൽ നമ്മൾ പങ്കുപറ്റിയിരിക്കുന്നവരാണ്. ക്രൈസ്തവ ജീവിതമുള്ളവൻ ദൈവിക സ്വഭാവത്തിൽ പങ്കുപറ്റിയിരിക്കുന്നു. അതിന് തികച്ചും പ്രതിലോമകരമായ വിരുദ്ധമായ ഒരു സംഗതിയാണ് അസത്യത്തിൽ വ്യാപരിക്കുക, കള്ളസാക്ഷ്യം പറയുക മുതലായിട്ടുള്ള സംഗതി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തി തീർച്ചയായും ഇത്തരത്തിലുള്ള മാരകമായ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കള്ളസാക്ഷ്യം അയാൾ പറയുകയില്ല. ഇനി കള്ളസാക്ഷ്യത്തിന്റെ ഇന്നത്തെ വർത്തമാനകാല രൂപങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അതിനു മുമ്പായി സത്യത്തിന് സാക്ഷ്യം വഹിക്കുക എന്നാൽ എന്താണെന്ന് നാം അറിയണം. താൻ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനാണ് എന്ന് ക്രിസ്തു പീലാത്തോസിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് തന്നെ കർത്താവിന് സാക്ഷ്യം വഹിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. ഒരു ക്രൈസ്തവന് ലജ്ജിക്കേണ്ടതില്ല. ക്രിസ്തു അരൂപിയിൽ ജീവിക്കുമ്പോൾ അവൻ നിവർന്നു നിന്ന് നേരിന്റെ മാതൃകയിൽ നേരിന്റെ വഴികളിൽ സഞ്ചരിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. ഏതൊരു ക്രൈസ്തവനും വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ട സന്ദർഭങ്ങളിൽ ന്യായാധിപന്മാരുടെ മുമ്പിൽ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ അവ്യക്തത കൂടാതെ ഏറ്റു പറയണം. മനുഷ്യരുടെയും ദൈവത്തിന്റെയും മുമ്പിൽ കറയറ്റ മനസാക്ഷി അവനുണ്ടായിരിക്കണം. അതേത് കാരണത്താലാണെങ്കിലും ശരി. ഞാനൊരു ശപഥം ചെയ്യുമ്പോൾ, നിയമ അനുസരിക്കുന്ന ശപഥം ചെയ്യുമ്പോൾ അതിനകത്ത് ഒരിക്കലും നുണ എന്ന സാത്താൻ കയറിപ്പറ്റാൻ പാടുള്ളതല്ല. വീണ്ടും സത്യത്തിന് സാക്ഷ്യം നൽകുന്നതിൽ സഭയുടെ ജീവിതത്തിൽ പങ്കുചേരാനുള്ള ക്രൈസ്തവരുടെ കടമ അവരെ സുവിശേഷത്തിന്റെയും അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന കടമകളുടെയും സാക്ഷികൾ എന്ന നിലയിൽ പെരുമാറാൻ നിർബന്ധിക്കുന്നു. 2472 ഖണ്ഡിക. ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കലാണ് ക്രൈസ്തവന്റെ കടമ. നമ്മുടെ ജീവിതത്തിന്റെ നിഖില സാഹചര്യങ്ങളിലും നാം ഒരു ക്രിസ്ത്യാനിയാണ് എന്ന സാക്ഷ്യമാണ്, വിശ്വാസത്തിന്റെ ഒരു വ്യാപനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്. സത്യത്തിന് സാക്ഷ്യം വഹിക്കുക, പരമസത്യമായ യേശുവിനെ പ്രഘോഷിക്കുക, ജീവിതം കൊണ്ട്, വാക്കുകൊണ്ട്, നോക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, തിരഞ്ഞെടുപ്പുകളിലൂടെ, നന്മയുടെ തിരഞ്ഞെടുപ്പുകളിലൂടെ സത്യത്തെ സ്ഥാപിക്കുകയോ അറിയിക്കുകയോ ചെയ്യുന്ന നീതിയുടെ പ്രവൃത്തിയുടെ പേരാണ് സാക്ഷ്യം. അങ്ങനെ അറിയിക്കാതിരിക്കുന്നത്, സത്യത്തെ മൂടി വെക്കുന്നത്, ക്രൈസ്തവികതയെ വഞ്ചിക്കുന്നത്, അതിന്റെ പേരാണ് കള്ളസാക്ഷ്യം എന്നത്. വീണ്ടും രക്തസാക്ഷിത്വം എന്നത് പരമമായ പ്രഖ്യാപനമാണ്. ജീവിതം നിസ്സാരമായി കരുതിക്കൊണ്ട് സത്യത്തെ ഉയർത്തിപ്പിടിക്കുക, പരമസത്യമായ ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിക്കുന്നതിന്റെ പേരാണ് രക്തസാക്ഷിത്വം. താൻ ആരോടാണോ സ്നേഹത്താൽ ബദ്ധനായിരിക്കുന്നത് ആ ഈശോയ്ക്ക് രക്തസാക്ഷി തന്റെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു. ധീരമായ തന്റെ പ്രവൃത്തി വഴിയാണ് അയാൾ മരണം വരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് ഒരു സാക്ഷ്യമില്ല കേട്ടോ.
ജീവിതത്തിന്റെ ഏത് അവസ്ഥാന്തരങ്ങളിലും ഏറ്റുപറയുന്ന സാക്ഷ്യത്തെക്കാളും വലുതാ. ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട്, ജീവിതത്തെ നിസ്സാരമായി കരുതിക്കൊണ്ട് ക്രിസ്തുവാണ്, ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന സാക്ഷ്യം അഥവാ രക്തസാക്ഷിത്വം വരിക്കുന്നത്. വീണ്ടും ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ നാം ഓരോരുത്തരും, അവിടെ ഉദ്ദേശിക്കുന്നത് യേശുവിന്റെ ആദിമകാല ശിഷ്യന്മാരെ അല്ല, എന്നെയും നിങ്ങളെയും കേൾക്കുന്ന സകലരെയുമാണ്. 2475 ഖണ്ഡിക കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ യഥാർത്ഥമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അവർ വ്യാജം വെടിഞ്ഞ് എല്ലാ തിന്മയും വഞ്ചനയും ആത്മാർത്ഥത രാഹിത്യവും അസൂയയും എല്ലാ അപവാദവും ഉപേക്ഷിക്കണം. പുതിയ മനുഷ്യനെ ധരിക്കണം. നിന്റെ വാക്ക് അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ, കവിഞ്ഞുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈശോ അപ്രകാരമാണ് നമ്മളോട് പറഞ്ഞത്. ഇനി നമ്മള് കള്ളസാക്ഷ്യവും കള്ളസത്യവും, നമ്മുടെ ഈ സാക്ഷ്യ ജീവിതത്തിന് വിപരീതമായി ഒരു വേള നമുക്ക് വന്നു ഭവിച്ചേക്കാവുന്ന പാപത്തിന്റെ, നമ്മുടെ മോശമായ തെരഞ്ഞെടുപ്പുകളിലൂടെ ഒരു വേള നാം നിബന്ധിച്ചേക്കാവുന്ന പാപങ്ങളുടെ ഗൗരവം ബോധ്യപ്പെടുത്തുകയാണ് 2476 ഖണ്ഡികയിലൂടെ. കള്ളസാക്ഷ്യവും കള്ളസത്യവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എങ്ങനെയാണ് കള്ളസാക്ഷ്യം കള്ളസത്യമായി തീരുന്നത്? സത്യത്തിന് വിരുദ്ധമായ ഒരു പ്രസ്താവന പരസ്യമായി ചെയ്യുമ്പോൾ സവിശേഷമായ ഗൗരവം അതിന് സിദ്ധിക്കുന്നു. കോടതിയുടെ മുമ്പിൽ അതൊരു കള്ളസാക്ഷ്യമായി തീരുന്നു. ശപഥപൂർവം ചെയ്യുമ്പോൾ കള്ളസത്യമായി തീരുന്നു. സുവിശേഷത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് സത്യമല്ലാതെ മറ്റൊന്നും പറയുകയില്ല, ഇത് സത്യം 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 എന്ന് പറയുന്ന സമയത്ത് അത് കള്ളസാക്ഷ്യം മാത്രമല്ല, കള്ളസത്യവും ഉണ്ടാകുന്നു. വീണ്ടും ഇങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? സംഗതി ഇതാണ്: ഒരാളെ കുറ്റവിമുക്തനാക്കാൻ, കുറ്റം ചെയ്തയാളെ കുറ്റവിമുക്തനാക്കാൻ ഒരു വേള അതുകൊണ്ട് പറ്റിയേക്കാം. അത് തെറ്റാണ്. വീണ്ടും കുറ്റം വിധിക്കപ്പെട്ടവരുടെ ശിക്ഷ വർദ്ധിപ്പിക്കാൻ അത് ആയേക്കാം. അയാൾക്ക് അർഹതപ്പെട്ടതോ അയാൾക്ക് കൊടുക്കേണ്ടുന്ന നിയമം അനുശാസിക്കുന്നതോ ആയ ശിക്ഷയേക്കാൾ കൂടുതൽ കൊടുത്തേക്കാം. ഉത്തരവാദി നമ്മളായിരിക്കും. എല്ലാത്തിനും ഉപരിയായി നിർദോഷിയായ ഒരു മനുഷ്യന് കുറ്റം വിധിക്കപ്പെടാനും അത് കാരണമായേക്കാം. അപ്പോ നീതിയുടെ നിർവഹണം തടസ്സപ്പെടുന്നു, ന്യായാധിപന്മാരുടെ വിധി തീർപ്പിന്റെ നിഷ്പക്ഷത ഇല്ലാതെയാകുന്നു, ഗൗരവാഹമാവിധമുള്ള വീഴ്ചകൾ അവിടെ സംഭവിക്കുന്നു. അതുകൊണ്ട് കള്ളസാക്ഷ്യം എന്നതും കള്ളസത്യം എന്ന് പറയുന്നതും വളരെ ഗൗരവതരമായ പാപങ്ങളിലൊന്നാണ്. വീണ്ടും മറ്റു ചില അതിന്റെ കള്ളസാക്ഷ്യത്തിന്റെ ചില വിശദീകരണങ്ങൾ: വ്യക്തികളുടെ സൽപ്പേരിനോടുള്ള ആദരവ്, അവർക്ക് അന്യായമായ ക്ഷതം വരുത്തുവാനുള്ള സാധ്യതയുള്ള ഓരോ മനോഭാവവും വാക്കും 2477 പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്താൻ വേണ്ടി അവരുടെ ആ ഒരു നിലയും വിലയും, സമുദായത്തിലുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഉദ്യോഗത്തിലുള്ള നിലയും വിലയും ഒക്കെ കുറയാൻ വേണ്ടി, അഥവാ കുറയുന്ന തരത്തിലുള്ള ഏഷണി, നുണ അഥവാ അങ്ങനെയുള്ള കഥകൾ, കൽപ്പിത കഥകളൊക്കെ പ്രയോഗിക്കുന്നത് കള്ളസാക്ഷ്യം പറയരുത് എന്ന കൽപ്പനയുടെ ലംഘനമാണ്. വീണ്ടും വിവേകരഹിതമായ വിധി നിർണയം എന്നത് അയൽക്കാരന്റെ ധാർമ്മിക തെറ്റിനെ മതിയായ അടിസ്ഥാനമില്ലാതെ മൗനം കൊണ്ടാണെങ്കിൽ പോലും ശരിയാണെന്ന് സങ്കല്പിക്കുന്നത്. ഇതിനൊരു വിശദീകരണം ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് ശരിയല്ലാത്ത ഒരു തീരുമാനമെടുക്കുന്നു. ഇപ്പൊ നമ്മുടെ ഏറ്റവും സാധാരണമായ ഒരു കാര്യം, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്, അഥവാ നമ്മൾ തന്നെയാണെങ്കിൽ അത് തനി കളവ് തന്നെയാണ്. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ വണ്ടി മേടിക്കാൻ വേണ്ടി പോവുക. ഒരു പാവപ്പെട്ട മനുഷ്യനാണ് വണ്ടി വെക്കുന്നത്. അയാൾക്ക് വണ്ടിയുടെ ഇപ്പോഴത്തെ വിലയെ പറ്റി ഒന്നും അറിയില്ല. അയാൾക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആള് ചെന്നിട്ട്, അത് അളിയനാവാം, അയൽക്കാരനാവാം, ആരുമാവാം, ആദ്യം ചെന്ന് പറയുന്നു, ഇതിനെ ഒരു 50,000 രൂപ കൂടുതലൊന്നും കിട്ടുകയില്ല, ഞാൻ വേണമെങ്കിൽ ഒരു വണ്ടിയുടെ വിദഗ്ധനെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അങ്ങനെ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന നമ്മൾ അവിടെ
വിദഗ്ധന്റെ വേഷം കെട്ടിച്ചെല്ലുന്നു. ഈ വണ്ടിക്ക് എന്നാ കിട്ടും? വളരെ വളരെ നിഷ്കളങ്കമെന്ന ഭാവത്തിൽ നമ്മുടെ ആള് ചോദിക്കുന്നു. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കി വണ്ടി ഒന്ന് കൂട്ടി നോക്കിയിട്ട് പറയുന്നു, ഇതിന് ഏറ്റവും കൂടി വന്നാല് 40,000 രൂപ കിട്ടും. അയ്യോ, ഞാൻ 50,000 പറഞ്ഞു പോയല്ലോ. പറഞ്ഞു പോയെങ്കിൽ പറഞ്ഞ പൈസ കൊടുത്ത് ഇവിടെ മറ്റേ വലിയ സന്തോഷമായി. പാവപ്പെട്ട വിൽക്കുന്നവൻ അവരെ കബളിപ്പിക്കപ്പെടുകയാണെന്ന് അവൻ അറിയുന്നേ ഇല്ല. അയൽക്കാരൻ ധാർമ്മികമായ ഒരു തെറ്റാ ചെയ്തത്. മര്യാദക്ക് 75,000 രൂപ മിനിമം കൊടുക്കേണ്ടുന്ന വണ്ടി 50,000 രൂപയ്ക്ക് അയാൾ മേടിക്കാൻ വേണ്ടി നമ്മളെ കൂടെ കൂട്ടി. ഇനി ഇതൊന്നുമല്ല, അതിന് 70,000 കൊടുക്കണമെന്ന് നമുക്കറിയാം. അയൽക്കാരൻ അവിടെ നിന്നിട്ട് നമ്മളോട് പറയാം, ഇതിന് 50,000 ശരിയല്ലേ? ഒന്നും മിണ്ടാതെ നമ്മളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുന്നു. തെറ്റാത്. വിവേകരഹിതമായ വിധി നിർണയത്തിലൂടെ മറ്റൊരാളെ അപകടപ്പെടുത്തുന്നത്, അയാൾക്ക് സാമ്പത്തിക നഷ്ടം വരുന്നത്, അയാളുടെ ജീവിതത്തിലെ കേടുപാടുകൾ വരുത്തുന്നത് നിശ്ചയമായി നഷ്ടമാണ്. അത് ഏഷണി പറയുന്നതിന് തുല്യമാണ്, കള്ളസാക്ഷ്യം പറയുന്നതിന് തുല്യമായ ഒരു അപരാധമാണ്. ഏഷണിയേക്കാൾ ഒരു കള്ളസാക്ഷിയാണ്. വീണ്ടും അപകീർത്തിപ്പെടുത്തൽ ഏഷണി. വസ്തുനിഷ്ഠമായി സാധുവായ കാരണമില്ലാതെ മറ്റുള്ളവരുടെ തെറ്റുകളെയും പരാജയങ്ങളെയും അവയെ പറ്റി അറിയാത്തവരോട് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലായോ? വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഊഹിച്ചു പറയുന്നത് മുഴുവൻ അതിനകത്ത് അപകീർത്തിപ്പെടുത്തലിൽ വരും. ഒരാൾ രാവിലെ 5 മണിക്ക് നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന വഴിക്ക് 5 മണിക്കോ 5:30ക്കോ പോകുന്ന വഴിക്ക് ഒരാൾ നിൽക്കുന്നു. ഇതിന് മുഷിഞ്ഞ വസ്ത്രം ഇട്ടയാളാ. ഇന്നലെ കള്ളു കുടിച്ച് അവിടെ കിടക്കുന്നതായിരിക്കും. ഇതാരെങ്കിലും പറഞ്ഞോ നമ്മളോട്? ഉടനെ തന്നെ നമ്മളൊരു കാരണത്തിലെത്തുക. ഇന്നലെ കള്ളു കുടിച്ചെന്നും അങ്ങനെ കള്ളു കുടിച്ചിട്ട് രാവിലെ കേട്ടു വിട്ടപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അല്ലെങ്കിൽ ഒരു ഒരു സ്ത്രീയെ രാവിലെ 7 മണിക്ക് വളരെ ആവശ്യമായിട്ട് റോഡിൽ നിൽക്കുന്നു. ആവശ്യമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും തനത്താൻ റോഡിൽ നിൽക്കുന്നു. അത്ര നമ്മൾ പറയാ, എവിടുന്ന് വന്നോ ഈ നേരത്ത്? ഇത് പറയാൻ നമ്മളല്ല. വസ്തുനിഷ്ഠമായ ഒരു കാരണവുമില്ലാതെ അയാളെ കുറിച്ച് ഒരു ആരോപണം പറയാൻ നമ്മളാരാ? ഇനി സാധുവായ കാരണമില്ലാതെ മറ്റുള്ളവന്റെ തെറ്റുകളെയും പരാജയങ്ങളെയും അവയെപ്പറ്റി അറിയാത്തവരോട് പറയുന്നത്. ക്യൂ നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അയൽവക്കത്തുകാരൻ അപ്പുറത്തെ ക്യൂവിൽ നിൽക്കുന്ന കാണുന്നത്. ഇവിടെ നമ്മളെ മുമ്പിലുള്ളവരോട് പറയാം, കാണുന്ന ആളെ ശ്രദ്ധിച്ചു. അയാളെ പിന്നെ നാളെ ദിവസം MDMA കൈവയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് അയാളെ പിടിച്ചായിരുന്നു. ഇപ്പം ജാമ്യത്തിൽ ഇറങ്ങി നിൽക്കുക, സൂക്ഷിക്കണം കേട്ടോ നമ്മളൊക്കെ എന്ന്. എന്തെങ്കിലും ഒരു ആവശ്യമുള്ള കാര്യമാണ്. വെറുതെ നാവാട്ടുക എന്നാണ് ഇതിന്റെ പ്രയോഗം. ഒരാവശ്യവുമില്ലാതെ മറ്റുള്ളവരെ പ്രതിയാക്കി, മറ്റുള്ളവരെ മുഖ്യ കക്ഷിയാക്കി ചേർത്തുകൊണ്ട് അവരുടെ കുറ്റവും അവരുടെ പരാജയവും അത് ഒരു വിധത്തിലും ബന്ധമില്ലാത്തവരോട് പറയുക. അതേസമയം ബന്ധമുള്ളവരോട് ഇപ്പൊ പറയാതിരിക്കട്ടെ. ഉദാഹരണത്തിന് അയൽവക്കത്ത് ഭയങ്കര തല്ലുപിടുത്തമാണ്, ഭാര്യാഭർത്തൃ കലഹം, ഗാർഹിക പെണ്ണുമ്പോൾ കേസ് കൊടുത്തു. നിങ്ങളോട് വന്ന് ചോദിക്കുന്നു, അവിടെ അടിയുണ്ടോ? എന്താ സാറേ, എനിക്കറിയാമല്ലോ, ഞാൻ അവരുടെ കാര്യത്തിലൊന്നും ഇടപെടുകയല്ല എന്ന് പറഞ്ഞ് നല്ലപിള്ളതെ പറയാം. അല്ലെങ്കിൽ പറയാം, സാറേ അയാൾ കണ്ടുപിടിച്ചിട്ട് വന്ന് തല്ലുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇടപെട്ടു. അയാളോട് തെറ്റുകളെ പറ്റി പരാജയങ്ങളെ പറ്റി കാരണത്തോടു കൂടിയാണ് അവിടെ പറയുന്നത്. അവിടെ റീസൺ ഉണ്ട്. ആ വീടിന്റെ ചോദിക്കാൻ അധികാരമുള്ളവനാണ് ചോദിച്ചത്. ആ വീട്ടിലുള്ളവരുടെ നന്മയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവിടെ ഒഴിഞ്ഞു മാറുന്നത് ഉചിതമല്ല. അതേസമയം വേണ്ടതും വേണ്ടാത്തതും അവരെ പറ്റി നാട്ടിൽ മുഴുവൻ പറഞ്ഞു. ഇന്നലെ മുഴുവൻ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റിയില്ല, റേഷൻ പഠിക്കാൻ പോകുമ്പോൾ റേഷൻ കടക്കാരനോടാ പറയാ, അവിടെ അടി മുഴുവൻ ഉണ്ടായി. അയാൾക്ക് എന്താ അറിഞ്ഞിട്ട് കാര്യം? ഇത് അപകീർത്തിപ്പെടുത്തലിനകത്തും ഏഷണിക്കകത്തും വരുന്നതാണ്. വീണ്ടും സത്യത്തിന് വിരുദ്ധമായ പ്രസ്താവനകളിലൂടെ മറ്റുള്ളവരുടെ സൽപ്പേരിന് ദ്രോഹം ചെയ്യുകയും അവരെ പറ്റി തെറ്റായ വിധി നിർണയങ്ങൾക്ക് സന്ദർഭം നൽകുകയും ചെയ്യുന്നത്. ഇത് നേരത്തെ പറഞ്ഞതിന് അതേ സംഗതി തന്നെയാണ്. സത്യത്തിന് വിരുദ്ധമായ പ്രസ്താവനകൾ ഇങ്ങനെ പറയുക. നേരത്തേനകത്ത് സാധുവായ കാരണം ഉണ്ടെങ്കിൽ അത് ആരോട് പറയണമോ അയാളോട് പറയാം. അല്ലാതെ വേണ്ടാണ്ട് വെറുതെ കുറ്റം പറഞ്ഞു നടക്കുകയല്ല. ഇവിടെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. ഇവിടെ കുറ്റമേ ഇല്ല, വെറുതെ പറയുന്നതാ. ഒരുത്തരുടെ കണ്ണ് കലങ്ങി കിടക്കുക, ചിലപ്പോൾ വല്ല വണ്ടും കണ്ണി പോയതായിരിക്കും, അല്ലെങ്കിൽ അലർജി ആയിരിക്കും. അവനെ കണ്ടു കുടിച്ചിട്ടായിരിക്കും കണ്ണിങ്ങനെ പോയത്. അല്ലെ തന്നെ അവന്റെ അപ്പൻ നന്നായിട്ട് കുടിക്കുന്നതായിരുന്നല്ലോ. ചിറ്റപ്പൻ ഇന്നാളും കുടിച്ചു കണ്ടു. പിന്നെ പരമ്പരയാ അവർ കുടിയന്മാരാണെന്ന് നമ്മളങ്ങ് സമർത്ഥിച്ചേക്കുക. സത്യത്തിന് വിരുദ്ധമായ ഏത് പ്രസ്താവനയും ഏഷണിയാണ്. അത് മറ്റുള്ളവരുടെ സൽപ്പേരിന് ദ്രോഹം ചെയ്യുന്നു, അവരെ പറ്റി തെറ്റായ വിധി നിർണയങ്ങൾക്ക് സന്ദർഭം നൽകുന്നു. വ്യാപകമായ രീതിയിൽ കണ്ടുവരുന്ന ഒരു സാമൂഹിക അതിക്രമമാണല്ലോ കല്യാണ മുടക്കൽ എന്ന് പറയുന്നത്. അത് ഏഷണിയാണ് അതിനകത്തെ പ്രധാന വില്ലൻ.
ആരെങ്കിലും നന്നായി പോകണം എന്നുള്ള കാര്യത്തിനെ പറ്റി യാതൊരു നിർബന്ധവും ഇല്ലാത്തവര് ഇങ്ങനെ വെറുതെ എന്നാലൊരു തമാശന് ഒരു ആത്മസംതൃപ്തിക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏഷണി പറഞ്ഞ് ഇത് അപകീർത്തിപ്പെടുത്തുക, മറ്റുള്ളവരുടെ മാനം അപകീർത്തിപ്പെടുത്തുക എന്നത് നമ്മുടെയൊക്കെ സാമൂഹിക ജീവിതത്തിൽ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു തിന്മയാണ്. കള്ളസാക്ഷ്യം പറയരുത് എന്ന കൽപ്പനയുടെ ലംഘനവുമാണത്. ഇനി സത്യത്തിനെതിരായ കുറ്റങ്ങൾക്കകത്ത് അടുത്തതായിട്ട് നമ്മൾ വീണ്ടും വിശദീകരിക്കുകയാണത്. മുഖസ്തുതിയോ പുകഴ്ത്തലോ പ്രീതിപ്പെടുത്തലോ 2480 അതിനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ മുഖസ്തുതി, പുകഴ്ത്തുക, പ്രീതിപ്പെടുത്തുക, അങ്ങനെ അപരന്റെ തിന്മ നിറഞ്ഞ പ്രവൃത്തികളെയും തലതിരിഞ്ഞ പെരുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കുക, അതിനെ സ്ഥിരീകരിക്കുക, അങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാം നിഷേധിക്കുക. തെറ്റാണെന്ന് ശരിയാണെന്ന് പറഞ്ഞാൽ മതി. വെറുതെ കാര്യം സാധിക്കാൻ വേണ്ടി മനവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയേണ്ട കാര്യമില്ല. മനവേന്ദ്രന്റെ മുഖം മനവേന്ദ്രന്റെ തന്നെയാണ്, അത് തന്നെ. അതിന്റെ ഉള്ളായ്മയും ഇല്ലായ്മയും അത് അങ്ങനെ തന്നെ പറയുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് തീർച്ചയായും സ്നേഹത്തിന്റെ ആവരണം അതിനകത്ത് വേണം. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഒരിക്കലും നമ്മൾ മുഖസ്തുതി പറയരുത്. പിന്നെ മറ്റൊന്ന്, ഓരോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് എന്താണ് ഈ പുകഴ്ത്തിയാല് അല്ലെങ്കിൽ മുഖസ്തുതി പറഞ്ഞാല് പ്രീതിപ്പെടുത്തിയാല് അങ്ങനെ പറയപ്പെടുന്ന ഓരോ വാക്കും മനോഭാവവും അപരന്റെ ദുർഗുണവും ഗൗരവമുള്ള പാപങ്ങളും അത് വളർത്തും. അങ്ങനെയാണ്. പിന്നെ വീണ്ടും സൗഹൃദം നേടാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ സേവനം ചെയ്യാൻ വേണ്ടിയാണെങ്കിലും കപടസ്തുതി എന്ന് പറയുന്നത് നുണ തന്നെ. പുകഴ്ത്തൽ എന്ന് പറയുന്നത് ഒരു പരിധി വരെ മനുഷ്യനെ പ്രൊമോട്ട് ചെയ്യാം, പോസിറ്റീവ് ഭാവാത്മകമായിട്ട് നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും അതല്ല പുകഴ്ത്തൽ എന്ന് പറയുന്നത്. മിടുക്കനായിരിക്കുന്നു എന്നൊരു ഭംഗിയായ വസ്ത്രം ധരിച്ച ഒരാളോട് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. തീർച്ചയായിട്ടും അത് പറയുകയും വേണം ഭാവാത്മകമായി. പക്ഷെ ഇതാ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് സത്യത്തിനും വിരുദ്ധമായിട്ടുള്ളതും ലാഭേച്ഛയോടുകൂടിയും കപടലാക്കോടുകൂടിയുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് പുകഴ്ത്തലായി വരുന്നു, മുഖസ്തുതിയായിട്ട് വരുന്നു. നിയമാനുസൃതമായ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പുകഴ്ത്തൽ പാപമാണ്. ഇനി നിയമം അത് ലഘുപാപമാണ്. നിയമത്തിന് വിരുദ്ധമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനാകുമ്പോൾ അത് ഗൗരവതരമായ പാപമായിട്ട് തന്നെ വരുന്നു. പുകഴ്ത്തലും മുഖസ്തുതിയും പ്രീതിപ്പെടുത്തലും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന തിന്മയുടെ ഘടകങ്ങൾ എത്രയുണ്ട് എന്ന് നാം അറിയണം. അതുവഴിയായി കപടഭാഷണം വഴിയായിട്ട് ഒരാളുടെ തിന്മയ്ക്ക് പ്രോത്സാഹനം നൽകുകയാണെങ്കിൽ ഗൗരവതരമായ തെറ്റാണ്. അരുത് എന്ന് പറയുന്നിടത്ത് തർക്കമില്ല, നന്നായിരിക്കുന്നു എന്ന് പറയുന്നത് വഴിയായി ആ തിന്മ പ്രോത്സാഹിപ്പിക്കപ്പെടുകയാണ്. വീണ്ടും ഇതുകൊണ്ട് നമുക്കൊരു ലാഭം ഉണ്ടാവുകയാണ്. അതും അന്യായമായ ലാഭം ഉണ്ടാകാൻ വേണ്ടി എന്ന ലാഭത്തോടു കൂടിയാണെങ്കിൽ തീർച്ചയായും വീണ്ടും അത് ഗൗരവതരമായ തിന്മയായി വരുന്നു. വീണ്ടും ആത്മപ്രശംസ അഥവാ പൊങ്ങച്ചം പറച്ചില്, അത് സത്യത്തിനെതിരായ ഒരു പാപം തന്നെയാണ്. കാരണം നമ്മൾ ഇത്രയേ ഉള്ളൂ നമുക്കറിയാം. എന്നിട്ട് നമ്മൾ ഒരു കാര്യമില്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വലുതാകാൻ വേണ്ടി വെറുതെ വലുതാക്കുകയാണ് സ്വന്തമായി. സത്യത്തിനെതിരായ ഒരു പാപമാണത്. അതുവഴിയായി മാത്രമല്ല, എന്നെക്കാളും മോശമാണ് എന്റെ അയൽക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് അയൽക്കാരനെ മോശമാക്കാൻ വേണ്ടി ഞാൻ ഗുണമാകുകയാണെങ്കിൽ അത് അതിനേക്കാളും ദുഷ്ട മനസ്സോടുകൂടി നമ്മൾ ചിത്രീകരിക്കുകയാണ് അയൽക്കാരനെ എങ്കില് ബാക്കിയുള്ളവരെല്ലാം കുടിക്കും, ഞാനോ കുടിക്കുകയല്ല, എനിക്ക് എന്തെങ്കിലും കുടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെറുപ്പ എന്നും പറഞ്ഞ് ഞാൻ സത്യത്തിന്റെ ഒരു പ്രബന്ധം ഒന്ന് അവതരിപ്പിക്കുന്നു. എന്റെ ഉദ്ദേശം ഞാൻ കുടിക്കല എന്ന് പറയാനല്ല, എന്റെ അയൽവക്കംകാരൻ കുടിക്കും, അവൻ മോശമാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. ഇങ്ങനെയുള്ള വിരോധത്തെയും ഈ സത്യത്തിനെതിരായ കുറ്റത്തിലാണ് പെടുന്നത്. വീണ്ടും നുണ, 2482 നുണയെ കുറിച്ചാണ് പറയുന്നത്. വളരെ ശക്തമായി കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നുണ എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് വന്നിരിക്കുന്ന പ്രവൃത്തിയാണ് എന്ന് യാതൊരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ കൃത്യമായി പറയുന്നു. നുണ എന്നത് വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടെ സത്യമല്ലാത്ത കാര്യം പറയുന്നതാണ്. അതാണ് നുണയുടെ ഡെഫിനിഷൻ. വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടെ സത്യമല്ലാത്ത കാര്യം പറയുന്നത്. വീണ്ടും നുണ പറച്ചിൽ പിശാചിന്റെ ഒരു പ്രവൃത്തിയായി കർത്താവ് ശപിച്ചു തള്ളുന്നു. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, അവന് സത്യമില്ല. കള്ളം പറയുമ്പോൾ അവൻ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്, കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ലക്ഷണയുക്തമായി പിശാചിനെ കർത്താവ് അവിടെ
വിവരിക്കുന്നു. നുണയനും നുണയുടെ പിതാവ്. നുണ എന്നത് വഞ്ചിക്കണമെന്ന ലക്ഷ്യത്തോടെ പറയുന്നതാണ്. അത് സത്യമല്ലാത്ത കാര്യം പറയുന്നതാണ്. ഇത്തരത്തിലുള്ള വഞ്ചന, അസത്യം എന്നത് പിശാചിന്റെ പ്രവൃത്തിയാണ്. യാതൊരു സംശയവും വേണ്ട. അത് നേരിനെതിരായിട്ടുള്ള, സത്യത്തിനെതിരായിട്ടുള്ള കുറ്റമാണ് നുണ പറയുന്നത്. ഒരു വ്യക്തിയെ തെറ്റിലേക്ക് നയിക്കുന്നതിന് വേണ്ടി സത്യത്തിനെതിരെ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് നുണയാണ്. നുണ സത്യത്തോടും അയൽക്കാരനോടുമുള്ള മനുഷ്യന്റെ ബന്ധത്തിന് ക്ഷതമേൽപ്പിച്ചുകൊണ്ട് കർത്താവിനോട് മനുഷ്യനും അവന്റെ വാക്കിനുമുള്ള മൗലിക ബന്ധത്തെ ഹനിക്കുന്നു. സത്യം എന്നത് എപ്പോഴും പറയാനും ഉയർത്തിപ്പിടിക്കാനും വിധിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ, അയൽക്കാരനെ സ്നേഹിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരായ നമ്മൾ, അയൽക്കാരനെ ദ്രോഹിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി ഇല്ലാത്ത കാര്യങ്ങൾ നുണയായി വഞ്ചിച്ചു പറയുമ്പോൾ നമ്മൾ രണ്ടു വിധത്തിൽ, ഒന്ന് അയൽക്കാരനെ ദ്രോഹിക്കുന്നു, രണ്ട് നമ്മൾ കർത്താവിനോടുള്ള നമ്മുടെ ബന്ധത്തെ തള്ളിപ്പറയുന്നു. അതുവഴിയായിട്ട് അയൽക്കാരനും നമുക്കും ദോഷമല്ലാതെ മറ്റൊന്നും വരുന്നില്ല. ഇനി 2484 നുണയുടെ ഗൗരവത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചിലപ്പോൾ നുണ എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കാം, തമാശന് പറഞ്ഞതായിരിക്കാം. പക്ഷെ ചിലപ്പോ അത് സത്യത്തിന്റെ സ്വഭാവത്തെ വികലമാക്കിയിട്ടുണ്ടാവും. ഉദാഹരണത്തിന്, ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ട് അപവാദം പറഞ്ഞിട്ട് അവളുടെ ഭാവി തകർന്നാൽ അത് വലിയൊരു ഗൗരവതരമായ ഒരു കുറ്റമാണ്. ചിലപ്പോൾ നീ ഇന്നലെ സിനിമയ്ക്ക് പോയി, ഞാൻ ഇന്നലെ സിനിമയ്ക്ക് പോയില്ല എന്ന് പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ആഴമുള്ള ഒരു ഗൗരവതരമായ പാപമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ കുറിച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്. അനുഭവിക്കുന്ന ദ്രോഹം, ആ ഇര അനുഭവിക്കുന്ന ദ്രോഹം എത്രയാണ്, അതിന്റെ ഭീകരതയൊക്കെ ഈ നുണയുടെ ഗൗരവം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും. നുണ അതിൽ തന്നെ ചിലപ്പോൾ ഒരു ലഘുപാപമായിരിക്കാം. പക്ഷേ നീതി, സ്നേഹം എന്നീ സുഹൃതങ്ങൾക്ക് വിരുദ്ധമായി അത് പ്രവർത്തിക്കുന്നുവെങ്കിൽ, മനുഷ്യന്റെ സത്പേരിനും അവന്റെ ഭാവിക്കും ഗൗരവതരമായ ദ്രോഹം ചെയ്യുന്നുണ്ടെങ്കിൽ, നുണ എന്നത് മാരകമായ കുറ്റകൃത്യമായി തീരുന്നു. വീണ്ടും 2485 പറയുന്നു, നുണ അതിന്റെ പ്രകൃതിയാൽ തന്നെ ശിക്ഷാർഹമാണ്. നുണ പിശാചിൽ നിന്നുള്ളതാകയാൽ അത് ശിക്ഷാർഹമാണ്. അത് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നമുക്ക് അന്യമായിരുന്നേ തീരൂ. അറിയപ്പെട്ട ലക്ഷ്യം മറ്റുള്ളവർക്ക് കൈമാറുക എന്നുള്ള, അറിയപ്പെട്ട സത്യം മറ്റുള്ളവർക്ക് കൈമാറുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള ഭാഷണത്തെ ദൂഷിപ്പിക്കുന്നു. സത്യത്തിന്റെ കാവൽക്കാരും അതിന്റെ പ്രയോക്താക്കളും അതിന്റെ വിതരണക്കാരുമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അതിനെ തമസ്കരിച്ച് ദുഷിപ്പിക്കുന്ന ഈ അസത്യത്തെ, നുണയെ പ്രചരിപ്പിക്കുമ്പോൾ നാം ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് അകലെയായി പോകുന്നു. ദൈവിക ജീവനിൽ നിന്ന് നാം നമ്മെ തന്നെ അകറ്റുകയാണ് ചെയ്യുന്നത്. വീണ്ടും നീതിയുടെയും ഉപവിയുടെയും അഭാവം, ഉപവി എന്ന് പറഞ്ഞാൽ സ്നേഹം, ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ പരസ്നേഹം, നീതിയുടെയും ഉപവിയുടെയും അഭാവം ഈ നുണ തെളിയിക്കുന്നു. വഞ്ചിക്കുക എന്ന ഉദ്ദേശം വഴിതെറ്റിക്കപ്പെടുന്നവർക്ക് മാരകമായ അനന്തരഫലങ്ങൾ ഉളവാകാൻ സാധ്യതയുള്ളപ്പോൾ കൂടുതൽ കുറ്റകരമായിരിക്കും. ഒരു രാത്രിയിൽ ഒരു വണ്ടി വന്നിട്ട് നമ്മളോട് വഴി ചോദിക്കുക, അല്ല ഈ വഴിക്ക് പോയാൽ എനിക്ക് അങ്ങാടിക്ക് എത്താൻ പറ്റുമോ? എത്താൻ പറ്റും, പിന്നെ അതിനെന്താ? ഇടയ്ക്കൊരു ഇടയ്ക്കൊരു പുഴയുണ്ടെന്നും ആ പുഴയ്ക്ക് പാലമില്ലെന്നും ഇറങ്ങിച്ചെല്ലുന്നിടത്ത് നിലയില്ലെന്നുമുള്ള ബോധപൂർവം എന്ന സംഗതി നമുക്കറിയാമായിരിക്കെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി, അപകടത്തിൽപ്പെട്ടാൽ എന്താ ഇപ്പൊ കുഴപ്പം, പോയി നോക്കട്ടെ, ഗൂഗിൾ അല്ലേ പറഞ്ഞത്, നടക്കട്ടെ, ഗൂഗിള് പറഞ്ഞത് ഞാൻ ശരി പറയുകയല്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറ്റും എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അരുതാത്തതെന്തെങ്കിലും സംഭവിച്ചാൽ, മാരകമായ അനന്തര ഫലങ്ങൾ ഉളവായാൽ അതിന്റെ ഉത്തരവാദി നാം തന്നെയായിരിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ഒരുവേള കോടതി ശിക്ഷിക്കില്ലായിരിക്കാം, പക്ഷെ നമ്മുടെ മനസാക്ഷിയും ആത്യന്തികമായി ദൈവവും ഇത് കണക്കിലെടുക്കുക തന്നെ ചെയ്യും. വീണ്ടും സത്യത്തിനെതിരായ കുറ്റങ്ങൾ. നീതിക്കും സത്യത്തിനുമെതിരെ ചെയ്യപ്പെടുന്ന ഏത് കുറ്റത്തിനും പരിഹാരം ചെയ്യാൻ കടമയുണ്ട്. 2487. ദ്രോഹം ചെയ്തവന് മാപ്പ് ലഭിച്ചാലും അത് ചെയ്യണം. തെറ്റിന് പരസ്യമായി പരിഹാരം ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ രഹസ്യമായി ചെയ്യണം. ദ്രോഹം സഹിച്ചവന് നേരിട്ട് നഷ്ടപരിഹാരം നൽകാൻ കഴിയില്ലെങ്കിൽ അയാൾക്ക് ധാർമ്മിക നഷ്ടപരിഹാരം കൊടുക്കണം. നഷ്ടപരിഹാരം ചെയ്യാനുള്ള കടമ മറ്റൊരാളുടെ സൽപ്പേരിനെയോ ദ്രോഹങ്ങളെ സംബന്ധിച്ചും ബാധകമാണ്.
ധാർമ്മികമോ ചിലപ്പോൾ ഭൗതികമോ ആയ ഈ നഷ്ടപരിഹാരത്തെ വിലയിരുത്തേണ്ടത് ദ്രോഹം മൂലമുണ്ടായ നാശത്തിന്റെ അളവനുസരിച്ച്. കൃത്യമായി പറഞ്ഞാൽ ഇങ്ങനെ ഒരു കള്ളസാക്ഷ്യം പറഞ്ഞത് വഴിയായിട്ട് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദ്രോഹം മറ്റുള്ളവർക്ക് ചെയ്യാൻ ഇടയായാൽ ആ ദ്രോഹം ചെയ്തവന് അതിന് നമ്മൾ പരസ്യമായി അത് മാപ്പ് പറഞ്ഞു. ഇനി എന്തെങ്കിലും കാരണത്താൽ പരസ്യമായിട്ട് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യാം. നേരിട്ട് നഷ്ടപരിഹാരം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആള് നേരത്തെ നമ്മൾ പറഞ്ഞു ആള് മരിച്ചുപോയി, ശരി, അയാളുടെ ബാക്കിയുള്ള ആളുകൾക്ക് രഹസ്യമായി ധാർമ്മിക നഷ്ടപരിഹാരം കൊടുക്കണം. പരസ്യമായിട്ട് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ രഹസ്യമായിട്ട് കൊടുക്കണം. ഇത് ആളെ സംബന്ധിച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ടാണെങ്കിലും അതിന് ബാധകമാണ്. അതുകൊണ്ടാണല്ലോ വേണ്ടാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ മാനനഷ്ട കേസ് രൂപയിലാണ് ഫയൽ ചെയ്യുന്നത്, അല്ലെ? രൂപയ്ക്ക് വേണ്ടിയാണ് ഫയൽ ചെയ്യുന്നത്. ഇന്നയാളെ എനിക്കെതിരായി വേണ്ടാത്തത് പറഞ്ഞു, അഥവാ നുണയായത് പറഞ്ഞു, എനിക്ക് 50,000 രൂപ നഷ്ടപരിഹാരം കിട്ടണം, 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറയുന്നത് എന്റെ മാനം പോയതിനെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല എങ്കിൽ പോലും അതിനൊരു മൊണറ്ററി ഡയമെൻഷൻ, ഒരു എങ്ങനെയെങ്കിലും ഈ ഭൗതികമായ ഒരു അളവുകോൽ അതിനകത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം എന്ന് പറയുന്നത് നിസ്സാരമായി നമുക്ക് കരുതരുത്. ചിലപ്പോൾ നാം പറഞ്ഞ ഒരു കാര്യം അസത്യമാണ് എന്നുള്ളത് പിന്നീട് അസത്യമാണെന്നുള്ള ബോധ്യത്തോടു കൂടി പറഞ്ഞു അവർക്ക് നഷ്ടങ്ങൾ വന്നു അല്ലെങ്കിൽ മാനഹാനി വന്നെങ്കിൽ അതിന് അവരാഗ്രഹിക്കുന്ന രീതിയിലും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലും നഷ്ടപരിഹാരം കൊടുക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അടുത്തത് ഒരു പ്രത്യേക കാര്യം, അങ്ങനെ സത്യം പറയണം, എല്ലായ്പ്പോഴും സത്യം പറയണം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, എല്ലായ്പ്പോഴും സത്യം പറയണം. 2488 അതിനെക്കുറിച്ചിട്ട് ഒരു കാര്യം വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. സത്യം അറിയിക്കാനുള്ള അവകാശം വ്യവസ്ഥാതീതമല്ല, ചില കണ്ടീഷൻസ് ഉണ്ട്. അത് സാഹചര്യങ്ങളുടെ പ്രത്യേകത അനുസരിച്ചിട്ടേ സത്യം പറയാൻ പറ്റുള്ളൂ. എല്ലായ്പ്പോഴും എല്ലാവരോടും എല്ലാ സത്യവും പറയാൻ പറ്റുകയില്ല. ഏറ്റവും നല്ല ഉദാഹരണം എന്താണ്? വിവരത്തിനോ അറിവിനോ വേണ്ടിയുള്ള അഭ്യർത്ഥന. ഇപ്പൊ ചില കാര്യങ്ങള് ചില വ്യക്തികളെ സംബന്ധിക്കുന്ന വിവരങ്ങളായിരിക്കും, അത് വിവരാവകാശം പ്രകാരം നമുക്ക് ചിലപ്പോൾ അത് കൊടുത്താൽ മറ്റേ ആൾക്ക് മാനനഷ്ടം ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റുകയില്ല. രണ്ടാമത്തേത്, തെറ്റല്ലാത്ത വേറെ ഏതെങ്കിലും കാര്യങ്ങളായിരിക്കും അതിനകത്ത് ചോദിക്കുന്നത്. ആ ആൾക്ക് മാനനഷ്ടം മാത്രം വരുന്ന എന്തെങ്കിലും കാര്യമാണെങ്കിൽ നമുക്കത് ശരിയില്ലായ്ക അതിനകത്തുണ്ട്. പക്ഷെ ആ ശരിയില്ലായ്ക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ആളുടെ സൽപ്പേരിനെ മാത്രം ബാധിക്കുന്നതാണ്, സാമ്പത്തിക നഷ്ടമൊന്നുമില്ല. അപ്പൊ നമുക്കത് മറച്ചു വെക്കാവുന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിവരാവകാശ പ്രകാരം പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയുടെ അന്തസ്സിനെ ബാധിക്കുന്നു. രണ്ടാമത്തേത്, ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, ആരോട് വേണമെങ്കിലും സത്യം പറയാം. പക്ഷെ സത്യം അറിയാൻ ബാധ്യതപ്പെട്ടവരോട് പറഞ്ഞാൽ മതി. വഴി കൂടെ പോകുന്ന എല്ലാവരോടും സത്യം പറയണമെന്ന് നിർബന്ധമില്ല. അത് എല്ലാവർക്കും അവകാശം അറിയേണ്ട കാര്യമില്ല. ഒരു ഔദ്യോഗിക രഹസ്യമാകട്ടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യമാകട്ടെ, ആ ഔദ്യോഗിക രഹസ്യം അറിയാനുള്ള അവകാശം അയാൾക്കുണ്ടോ എന്നുള്ളത് അറിഞ്ഞിട്ട് മാത്രം മതി ആ രഹസ്യം പറയാൻ. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അനിരഞ്ജന കൂദാശ. ഒരു കാരണവശാലും കുമ്പസാര രഹസ്യം പറയാറില്ല. അത് ആര് ചോദിച്ചാലും പറയാറില്ല, ഏത് കാരണത്താലും പറയാറില്ല. ഇനി കുമ്പസാരിച്ച തന്നെ വന്നിട്ട് അച്ഛൻ ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും ആ അച്ഛൻ ഒന്നും ഇല്ലെന്നോ പറയില്ല. കാരണം അതിൽ തന്നെ അലംഘനീയമാണ്, അതിൽ തന്നെ അത് വളരെ പരിശുദ്ധമായ ഒരു കർത്തവ്യവും. ഔദ്യോഗിക രഹസ്യങ്ങളുടെ കാര്യത്തിനും ഏകദേശം ഇതുപോലെ തന്നെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പൊ നമ്മള് പലപ്പോഴും തൊഴിലിന്റെ ഭാഗമായി പല രഹസ്യങ്ങളെ അറിയും. ഉദാഹരണത്തിന് ഡോക്ടർമാര് പല രഹസ്യങ്ങൾക്കും സൂക്ഷിപ്പുകാരനായിരിക്കും, അവർക്കത് പറയാൻ പറ്റില്ല. പട്ടാളക്കാർക്ക് പല രഹസ്യങ്ങളും അറിയാം. രാഷ്ട്രീയ നേതാക്കൾക്ക്, രാഷ്ട്ര നേതാക്കൾക്ക് രാഷ്ട്രത്തിൻ്റെതായ ഒരുപാട് രഹസ്യങ്ങൾ അറിയാം. വക്കീലന്മാർക്ക് തങ്ങളുടെ കക്ഷി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയുന്നത് രഹസ്യമായിട്ട് തന്നെയായിരിക്കും അയാൾ സൂക്ഷിക്കുക. ഇത്തരത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും, അതായത് ഔദ്യോഗിക ജീവിതത്തിൽ വരുന്ന എല്ലാ രഹസ്യങ്ങളും ഒരു കാരണവശാലും പരസ്യമാക്കാൻ അയാൾക്ക് അനുവാദമോ അവകാശമോ ഇല്ല. എവിടെ? നിയമം മൂലം അത് തുറന്നു പറയേണ്ടുന്ന ഗൗരവതരമായ കാരണങ്ങൾ ഇല്ലെങ്കിൽ അയാൾക്ക് അത് പറയാൻ പറ്റില്ല.
നിയമം മൂലം, ഉദാഹരണത്തിന് രാഷ്ട്ര നേതാക്കളിലേക്ക് ഒരാൾക്ക് ഒരു രഹസ്യം അറിയാം, അത് പറയാൻ നിയമം കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അയാൾക്ക് പറയാം, ഇല്ലെങ്കിൽ യാതൊരു കാരണവശാലും പറയാൻ സാധ്യമല്ല. രഹസ്യത്തിന്റെ മുദ്രയും കീഴിൽ വിശ്വസിച്ചേൽപ്പിച്ചതല്ലെങ്കിലും അന്യന് ഹാനികരമാകാൻ സാധ്യതയുള്ള സ്വകാര്യ വിവരവും വെളിപ്പെടുത്താൻ പാടുള്ളതല്ല. ഇപ്പോ ഇങ്ങനെ പറയുന്ന ഒരു വക്കീലിനോട് ഒരു കാര്യം പറയുന്നതിനിടയിൽ വളരെ അയലോക്കംകാരന്റെ ഒരു കാര്യം കൂടി ഒരാൾക്ക് പറയേണ്ടി വന്നു. അത് വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ്. അയാൾ പണ്ട് ചെയ്ത ഒരു തെറ്റിനെ പറ്റിയായിരിക്കും. ഉടനെ അത് പറഞ്ഞു കിടക്കാനോ അത് പറയാനോ, പറഞ്ഞ് അത് മനസ്സിലായ കാര്യം ഇയാളുടെ കാര്യം അല്ലല്ലോ പറയുന്നത്, എന്നാ പിന്നെ മറ്റേയാളുടെ കാര്യം എനിക്ക് പറയാൻ അവകാശമില്ലേ എന്ന് വക്കീൽ ചോദിക്കരുത്. ഇല്ല, ഔദ്യോഗിക ജീവിതത്തിൽ ഏത് കാരണവശാലും അറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങളെ ഗൗരവതരമായ രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിശബ്ദതയുടെ ആവരണമിട്ട് സൂക്ഷിക്കാൻ ഔദ്യോഗിക ജീവിതമുള്ളവർ കടപ്പെട്ടിരിക്കുന്നു. വീണ്ടും രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതിന്റെ ധാർമ്മികത എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇനി അതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. രഹസ്യങ്ങൾ എപ്പോഴാണ് വെളിപ്പെടുത്തേണ്ടുന്നത്? അപ്പൊ മാത്രമാണ് വെളിപ്പെടുത്തേണ്ടത്. അത് നിയമം മൂലം ധാർമ്മികമായി വെളിപ്പെടുത്താൻ അവകാശവും അതിനുള്ള സന്ദർഭവും ഉണ്ട് എങ്കിൽ മാത്രമാണ് അത് വെളിപ്പെടുത്തേണ്ടത്. അത് വെളിപ്പെടുത്തേണ്ടത്തോളം മാത്രമേ വെളിപ്പെടുത്തേണ്ടതുള്ളൂ, അതിനപ്പുറത്തേക്ക് വേണ്ടുന്ന അല്ല. വ്യക്തികളുടെ നന്മയും സുരക്ഷയും സ്വകാര്യതയും ആദരപൂർവ്വം പരിപാലിക്കപ്പെടണം. പൊതു നന്മ, ഉദപ്പ ദൂഷണം എന്നിവ ഒഴിവാക്കി രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ ശ്രദ്ധിക്കണം. രഹസ്യം വെളിപ്പെടുത്തണം എന്ന് ഒരിക്കലും നമ്മുടെ കോടതി നമ്മളോട് പറയാറില്ല. നമുക്കറിയാവുന്ന ഒരു രഹസ്യം നമ്മളോട് ചോദിക്കുമ്പോൾ ആ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 20 സബ്സെക്ഷൻ 3 അനുസരിച്ച് കോടതികളിൽ രഹസ്യം ചോദിക്കുമ്പോൾ മൗനം പാലിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന ഓരോ പൗരന്മാർക്കും നൽകിയിരിക്കുന്നു. അടുത്തത് സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ ഉപയോഗമാണ്. ഏറ്റവും കൂടുതൽ ഏഷണിയും പരദൂഷണവും കള്ളസാക്ഷിയും ഒക്കെ വരുന്നത് ഈ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളിലൂടെയാണ്. മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. പൊതു നന്മയ്ക്കല്ലാതെ റേറ്റിംഗ് കൂട്ടാനും എരിപൊരി സഞ്ചാരം ഉണ്ടാക്കാനും വേണ്ടിയുള്ള വെച്ചുകെട്ടു വാർത്തകൾ എന്ന് പറയുന്നത് ഏഷണി പറയരുത്, കള്ളസാക്ഷ്യം നൽകരുത് എന്നതിന്റെ ലംഘനം തന്നെയാണ്. സത്യം, സ്വാതന്ത്ര്യം, നീതി, സഹാനുഭാവം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിവരം ലഭിക്കാനാണ് സമൂഹത്തിന് അവകാശമുള്ളത്. സത്യസന്ധമായും ശരിയായും അത് വിനിമയം ചെയ്യപ്പെടണം. വിവരങ്ങൾ, വാർത്തകളുടെ ശേഖരണത്തിൽ, പ്രസിദ്ധീകരണത്തിൽ ധാർമ്മിക നിയമങ്ങൾ പാലിക്കപ്പെടണം. വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് സത്യത്തെ സ്നേഹിക്കാനും സ്നേഹത്തിന് വിരുദ്ധമായ ദ്രോഹം ചെയ്യാതിരിക്കാനും വേണ്ടിയാണ്. നമ്മുടെ ഇടയിൽ ഒരു 100 കൂട്ടം വാർത്താ മാധ്യമങ്ങളുണ്ട്. ഈ വാർത്താ മാധ്യമങ്ങൾക്കെല്ലാം സ്ഥാപിതമായ താല്പര്യങ്ങളുമുണ്ട്. ഒരു പരിധിവരെ സ്ഥാപിത താല്പര്യങ്ങളെ ഒന്നും നിഷേധിക്കാനാവില്ല. പക്ഷെ അതിനുമപ്പുറത്തേക്ക് വളച്ചു കെട്ടിക്കൊണ്ട് സത്യത്തെ വളച്ചു കെട്ടി വികലമാക്കി തങ്ങളുടേത് ആയ രീതിയിൽ മാത്രം പറയുന്നത് സത്യമറിയാനുള്ള ഉപഭോക്താവിന്റെ അവകാശത്തെ നിഹനിക്കുന്നതാണ്. അത് ഈ കള്ളസാക്ഷ്യം പറയരുത് എന്ന കൽപ്പനയുടെ ലംഘനവും. സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തിലെ ഒരു ചെറിയ ചിത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരാൾ ഊഞ്ഞാലിലിരിക്കുകയാണ്, അതേസമയം അതിന്റെ നിഴലിൽ അയാൾ ഏകദേശം തൂങ്ങിച്ചെത്ത് കിടക്കുന്നത് പോലെയാണ് കാണുന്നത്. ഇതാ ഒരാൾ തൂങ്ങിച്ചത്തു എന്ന് എനിക്ക് അലറാനും കഴിയും, അതങ്ങനെ പ്രചരിപ്പിക്കാനും കഴിയും. എന്നാൽ അതേസമയം തന്നെ ഇതാണ് വാസ്തവം എന്ന യഥാതഥമായ എപ്രകാരമാണോ അപ്രകാരമുള്ള ഒരു നിലപാടെടുക്കാനും കഴിയും. പലപ്പോഴും എരികേറ്റാൻ വേണ്ടി ആദ്യത്തെ അവസ്ഥയിലാണ് എടുക്കുക. ഇതിന് സാധ്യതയുണ്ട്, ഇന്നയാൾ തൂങ്ങിച്ചത്ത മാതിരിയാണ് അറിവ് കിട്ടിയിരിക്കുന്നത്, ലേഖകൻ അവിടെ നിന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നയാൾ അവിടെ ആ സ്പോട്ടിൽ നിന്ന് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ത്രില്ലടിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ് പലപ്പോഴും സത്യങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കപ്പെടാറില്ല, പകരം വികലമാക്കപ്പെടാറേ ഉള്ളൂ എന്നതാണ് സത്യം.
ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധകമാണ്. ഈ പറഞ്ഞ എല്ലാ നവമാധ്യമങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സത്യമാണോ അല്ലയോ എന്നറിയാതെ പറപ്പിക്കുന്ന ഫോർവേഡഡ് മെസ്സേജസ്. ഏഷണിക്കെതിരായ ഏഷണിയല്ലേ, അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? സത്യമുണ്ടോ എന്നറിയാതെ നാം പ്രചരിപ്പിക്കുന്ന പോസ്റ്റുകൾ, നാം ലൈക്ക് അടിക്കുന്ന വസ്തുതകൾ, ക്രിയേറ്റഡ് ന്യൂസുകൾ, സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ള വേലത്തരങ്ങൾ, വീരസ്യം കാണിക്കാൻ വേണ്ടിയുള്ള റീലുകൾ, അതെല്ലാം സത്യത്തിന് വിരുദ്ധമാണ്. അത് സ്വാതന്ത്ര്യത്തിലും നീതിയിലും അധിഷ്ഠിതമല്ല എങ്കിൽ അതിനെ ഫോർവേഡ് ചെയ്യാനും അതിനെ അഭിനന്ദിക്കാനും നാം തുനിഞ്ഞാൽ തീർച്ചയായും അത് ഏഷണിയുടെ ഇതിലാണ് വരുന്നത്. ഏതെങ്കിലുമൊക്കെ സെലിബ്രിറ്റികൾക്ക് എതിരായ അല്ലെങ്കിൽ അനുകൂലമായ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അതിനെ ഫോർവേഡ് ചെയ്യുന്നതും അത് ട്രോളുന്നതും തെറ്റല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ്? വളരെ ആലോചനാപൂർവം വിവേകപൂർവം കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നാണ് നമ്മുടെ നവമാധ്യമം. ഓരോ ഭോഷ്കിനും കണക്ക് പറയേണ്ടുന്ന, കണക്ക് ചോദിക്കുന്ന വിധിയാളന്റെ മുമ്പില് നമ്മൾ അലസമായി കൈകാര്യം ചെയ്യുന്ന ഇത്തരം ഉത്തരവാദിത്വരഹിതമായ സമീപനങ്ങൾ നിശ്ചയമായിട്ടും നീരസത്തിന് ഇടവരും എന്ന കാര്യത്തിന് സംശയമൊന്നുമില്ല. ഇനി സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് സുകുമാര കലകൾ ദൈവത്തോട് തിരിഞ്ഞിരിക്കണം, ദൈവോന്മുഖമായിരിക്കണം. ആ ദൈവത്തിന്റെ പരമമായ സൗന്ദര്യത്തിന്റെ പ്രകാശനമാണ് സുകുമാര കലകൾ. അത് ബോധപൂർവം മനുഷ്യ ശരീരത്തിനെ പ്രകാശിപ്പിക്കാൻ, മനുഷ്യ ശരീരത്തിന്റെ അളവുകൾ പ്രകാശിപ്പിക്കാനും കാമോദ്ദീപകമാക്കാനും വേണ്ടി എങ്ങനെയൊക്കെയാണോ കച്ചകെട്ടി ഇറക്കുന്നത് അത്രത്തോളം അതിനെ, കലയെ ദുരുപയോഗിക്കുകയാണ് അത് ചെയ്യുന്നത്. അതൊരു തരം സാക്ഷ്യം നൽകേണ്ടുന്ന കല കള്ളസാക്ഷ്യം നൽകുന്ന ഒരവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് കലയായാലും ശരി, അല്ലെങ്കിൽ നൃത്ത സംഗീതങ്ങളായാലും ശരി, കലയുടെ വിവിധ രൂപങ്ങൾ, നാടകമായാലും ശരി, സിനിമയായാലും ശരി, ദൈവത്തെ വാഴ്ത്താനും മനുഷ്യന്റെ നന്മയെ പ്രകീർത്തിക്കാനുമുള്ള കല, തിന്മയെ വാഴ്ത്താനും പിശാചിന് ഓശാന പാടാനുമുള്ള ആ ബോധപൂർവകമായ പരിപാടിയിൽ വഴിയായിട്ട് ആസൂത്രണം ചെയ്യപ്പെടുമ്പോൾ, ദൈവവും സനാതന മൂല്യങ്ങളും ഇകഴ്ത്തപ്പെടുമ്പോൾ, മനുഷ്യന്റെ ധാർമ്മികത കലയിലൂടെ ചോദ്യം ചെയ്യപ്പെടുകയും ധാർമ്മികത ഇല്ലായ്മ സാധൂകരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും അത് ദൈവത്തിനും കലയ്ക്കുമെതിരായ ഒരു തെറ്റാണ്. അത് കള്ളസാക്ഷ്യത്തിന്റെ പരിധിയിൽ പെടുക തന്നെ ചെയ്യുന്നു. വീണ്ടും വിവരം ലഭിക്കാനുള്ള മനുഷ്യന്റെ അവകാശങ്ങളെ സംബന്ധിച്ചിട്ടാണ് വിനിമയം സത്യമായിരിക്കണം, നീതിയും സ്നേഹവും നിശ്ചയിച്ചിട്ടുള്ള അതിർത്തികൾക്കുള്ളിൽ പൂർണ്ണമായിരിക്കണം. മനുഷ്യന്റെ മാഹാത്മ്യവും അവകാശവും ഉയർത്തി കാണിക്കുക തന്നെ വേണം. നമ്മളിവിടെ ഈ ക്ലാസ് ഉപസംഹരിക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അത് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞ അതേ കാര്യം. നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ, എന്തോ ആയിരിക്കട്ടെ. ഇതിനപ്പുറത്തുള്ളത് ദുഷ്ടനിൽ നിന്ന് വരും. നിങ്ങളുടെ വാക്ക് അതെ എങ്കിൽ അത് അതെ എന്നും, അല്ല എങ്കിൽ അല്ല എന്നുമായിരിക്കട്ടെ. ഒരിക്കലും കള്ളസാക്ഷ്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ക്രിസ്തീയ അരൂപിയായിരിക്കുന്ന ക്രിസ്തീയ അരൂപിയായിരിക്കുന്ന ആ ജീവിതഗന്ധിയായ നമ്മുടെ സമീപനം അതൊരിക്കലും നമ്മൾ തകർക്കരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തട്ടെ. പരിശുദ്ധ അമ്മ നമ്മളെ അതിന് സഹായിക്കട്ടെ. പരിശുദ്ധ മറിയം വാക്കിലും നോക്കിലും ജീവിതത്തിന്റെ വിവിധ സാഹചര്യങ്ങളിലും അമ്മ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മെ പ്രാപ്തരാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.